ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ദോശയുടെ റെസിപ്പീസ് ആയിട്ടാണ് കേട്ടോ. നമ്മളെന്നും കഴിക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു 2-3 തരം ദോശയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഓണിയൻ ദോശയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഞാനിവിടെ ഒരു ചെറിയൊരു സവാള നല്ല പോലെ ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിന് ക്രഷ് ചെയ്ത മുളകും ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുളകൊക്കെ ചേർക്കുമ്പോൾ എരിവിനനുസരിച്ച് ചേർക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇതുപോലെ ലൈറ്റായിട്ട് ചേർത്താൽ മതി. ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ റെസിപ്പീസാണ് ഇന്നത്തെ 3 വെറൈറ്റി ദോശ കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ ഓണിയനും അതുപോലെ ചില്ലി ഫ്ലേക്സ് ഉപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ദോശ മാവ് എടുക്കുക, ഇതുപോലെ ഒരു ദോശ ഒന്ന് പരത്തിയെടുക്കുക. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ദോശ പരത്തിയെടുക്കാനായിട്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അതിലൊന്ന് പറ്റി പിടിച്ച് നിൽക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ദോശ മൊരിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞാനിത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻ മിക്സ് നമ്മൾ ഈ ഒരു ദോശയുടെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ചട്ടുകം കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഈ ഓണിയൻ നമ്മൾ ദോശ മറിച്ചിടുന്ന സമയത്ത് ഇതെല്ലാം പൊഴിഞ്ഞ് താഴെ വീഴും. അപ്പോൾ അത് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരല്പം ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും ഫ്ലെയിം ഒന്ന് ഫുൾ ഫ്ലെയിം ആക്കി വെക്കുക കേട്ടോ. ഇനി നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ ഒരു സൈഡ് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഇതേ നമ്മളുടെ ഓണിയൻ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊടി ദോശയാണ് കേട്ടോ. നമ്മൾക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ ഉമ്മമാർ പണ്ടൊക്കെ എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നൊരു ചമ്മന്തിപ്പൊടി ഉണ്ട്. ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു പൊടിയാണ്. അപ്പോൾ ആ ഒരു പൊടി വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പൊടി ദോശ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ പോലെ തന്നെ നമ്മളൊരു ദോശ പരത്തിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളുടെ ഇഡ്ഡലി പൊടി എന്നാണ് ഞങ്ങൾ പറയാറുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു ഇഡ്ഡലി പൊടി ഇതിൻ്റെ ഈ ദോശയുടെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് നല്ല പോലെ തന്നെ കുറച്ചധികം തന്നെ വാരി വെതറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തെ നേരത്തെ ദോശ ഉണ്ടാക്കിയ പോലെ തന്നെ മാവ് പരത്തുന്ന സമയത്ത് ഫ്ലെയിം സ്ലോയിൽ വെക്കുക. അതിന് ശേഷം ഇതെല്ലാം ചെയ്തതിന് ശേഷം ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഈ ഒരു ദോശയും കൂടെ ചുട്ടെടുക്കാം. ഇപ്പം നമ്മളുടെ ഈ ഒരു പൊടി ദോശ നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. വെറൈറ്റി ആയിട്ടുള്ള ദോശയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അടുത്ത ദോശ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. ഇതൊരു സ്പെഷ്യൽ ദോശയാണ്. ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും, നല്ല ഹെൽത്തിയുമാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. ഞാൻ പാൻ നന്നായി ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെള്ളമെല്ലാം തെളിച്ച് ആ ചൂടൊക്കെ ഒന്ന് ഒന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പോലെ ഒരു ദോശയും കൂടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഓണിയൻ മിക്സ് ഒന്ന് ആദ്യം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് ഒരു മുട്ടയാണ് കേട്ടോ. ഒരു മുട്ട നമ്മൾക്ക് ഇതുപോലെ പൊട്ടിച്ച് ദോശയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ സമയത്തൊക്കെ ഫ്ലെയിം നന്നായിട്ട് തന്നെ സിമ്മിൽ വെക്കണം കേട്ടോ. നമ്മൾ ഈ ഒരു മുട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ച് ഈ ദോശൻ്റെ മുകളിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമുക്ക് ഒരു സ്പൂണ് വെച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള മുട്ട നന്നായിട്ടൊന്ന് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ദോശ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റിയൊരു റെസിപ്പി ആട്ടോ. അപ്പോൾ മുട്ട ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഇഡ്ഡലി പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരല്പം ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇതുപോലെ തന്നെ കൊടുക്കാം. ഹാഫ് ബോയിലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുപോലെ തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഇതുപോലെ ഒന്ന് ദോശ ഒന്ന് തിരിച്ചിട്ട്
കൊടുത്ത് ഒന്ന് രണ്ട് സൈഡ് ഒന്ന് മൊരിച്ചെടുക്കുക. ഇതിപ്പോൾ നമ്മളുടെ ഇവിടെ മുട്ട ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റും നല്ല കിഡിലെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നും ഒരേപോലെയുള്ള ദോശയൊക്കെ കഴിച്ച് മടുത്തവർക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ട് വലിയ പണിയൊന്നുമില്ല. നമ്മൾക്ക് ചെറിയ ചെറിയ ടിപ്സ് കാര്യങ്ങൾ ഇതുപോലെ തന്നെ നമുക്ക് വേറെയും ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ഇഷ്ടമുള്ള രീതിക്കൊക്കെ ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിന് ചട്ടണീൻ്റെയും കറിൻ്റെയും ഒന്നും ആവശ്യമില്ല. എന്നാലും ഞാൻ ഒരല്പം തേങ്ങാ ചട്ടണി ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ദോശയുടെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്